ഹലോ മച്ചാമലേ, നമസ്കാരം. മല്ലു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് പുതിയ ടെസ്റ്റ് റൂട്ടൊന്നും അല്ല, ഉള്ള ടെസ്റ്റ് റൂട്ട് തന്നെ. ഇതൊരു സ്റ്റുഡൻറ്റിൻ്റെ ടെസ്റ്റാണ്. അതിൽ ഫെയിലാവാനുള്ളൊരു കാരണങ്ങളാണ് ഞാൻ ഇന്ന് മെൻഷൻ ചെയ്യുന്നതിനകത്ത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യുന്ന എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് തന്നെയാണ്. വളരെ നന്നായിട്ട് തന്നെയാണ് എൻ്റെ ഈ സ്റ്റുഡൻറ്റ് ഡ്രൈവ് ചെയ്യുന്നത്. കുറ്റങ്ങളൊന്നും എനിക്ക് വണ്ടി പഠിപ്പിക്കുമ്പോൾ എനിക്ക് പറയാൻ തന്നെ ഇല്ല എന്ന് പറയാം. ഇത് ടെസ്റ്റ് എടുത്ത ടൈം എന്ന് പറയുന്നത് ഏകദേശം 3:30 ടൈമാണ്. അപ്പം 3:30 മുതൽ 4:15 അറിയാം, എല്ലാവർക്കും സ്കൂൾ ടൈമാണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്ക്. പ്രത്യേകിച്ച് തിരക്ക് മാത്രമേ ഉണ്ടായിരുന്നു, മാനേജ് ചെയ്തേനെ. പക്ഷേ ഇത് റോഡ് പണികൾ നടക്കുന്നതുകൊണ്ട് തന്നെ ടെമ്പററി സിഗ്നൽ വളരെയധികം റോഡിൽ ഉണ്ടായിരുന്നൊരു ദിവസം കൂടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഇതിൽ മെൻഷൻ ചെയ്യേണ്ട ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുള്ളൂ. ബാക്കി എല്ലായിടത്തും ഞാൻ സൈലൻ്റ് ആയിരിക്കും. ഈ ഒരു ജംഗ്ഷൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ജംഗ്ഷൻ തന്നെയാണ്. 3 സൈഡിൽ നിന്നും വണ്ടി വരും. ഒന്ന് ലെഫ്റ്റിൽ നിന്നും, ഒന്ന് റൈറ്റിൽ നിന്നും, പിന്നെ നടുക്കൂടെ ആ വണ്ടികൾ നിൽക്കുന്നതിൻ്റെ അവിടെ ഒരു സെൻട്രൽ ലൈനും കൂടെ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ നിൽക്കുന്നിടത്തോട്ട് തിരിയാൻ വേണ്ടിയിട്ട് വണ്ടികൾ വരും. അപ്പോൾ ഈ 3 വണ്ടികൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇവിടെ എടുക്കാൻ. ഇവിടെ എപ്പോഴും കുരിശാണ്. ഒന്നുകിൽ രാവിലെ ഇല്ലേ വൈകുന്നേരത്തെ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമുള്ള ടൈം എപ്പോഴും ടെസ്റ്റിന് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ജംഗ്ഷൻ തന്നെയാണ്. പഠിപ്പിക്കുമ്പോഴും ഞാൻ പ്രത്യേകം പിള്ളേരോട് പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. കാരണം നടുക്ക് നിൽക്കുന്ന വണ്ടി നമ്മൾ നിൽക്കുന്നിടത്തോട്ട് തിരിയാതെ ചിലർ നടുക്ക് നിർത്തി ലൈറ്റ് അടിച്ച് തരും. ഇപ്പോൾ കോളാം നമ്മളോട്. നമ്മളൊന്നും നോക്കാതെ ആ സ്പീഡിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ നിർത്തി തന്ന വണ്ടിയുടെ മറ്റേ ട്രാക്കിലൂടെ വണ്ടികൾ കയറി പാഞ്ഞു വരുന്നുണ്ട് റൗണ്ട് പൊട്ടിന്ന്. അപ്പോൾ റൈറ്റിൽ നിന്നും വണ്ടി ഉണ്ടെങ്കിൽ ഇടി കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെയൊക്കെ നല്ല ട്രാഫിക്കാണ്. ഈ സ്റ്റുഡൻറ്റ് എനിക്കൊന്നും പറയാനില്ല, അത്രയ്ക്കും നന്നായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യുന്ന സ്റ്റുഡൻ്റാണ്. പക്ഷേ ഫെയിലായത് ഒറ്റ സ്ഥലത്ത് 3 വണ്ടി ഹെസിറ്റേഷൻ വന്നിട്ടാണ് ഫെയിലാവാനുള്ള കാരണം ഉണ്ടായത്. അതെവിടാണെന്ന് ഞാൻ മെൻഷൻ ചെയ്തുതരാം. ഈ റൂട്ട് ഓൾറെഡി ടെസ്റ്റ് റൂട്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇത് ഇവിടെ കാണിച്ചത് ഒരു സ്ഥലത്ത് ആക്ച്വലി എന്താ പറയുക, എക്സാമിനർ തന്നെ കുറേയൊക്കെ സഹായം ചെയ്തിട്ടുണ്ട്. എക്സാമിനർ അതിനോട് പറയുകയും ചെയ്തു. ഞാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്ത് കൊടുത്ത ആൾക്ക്. എന്നിട്ട് കാരണം അതൊക്കെ ഒരു അഥവാ വന്നാൽ തന്നെ ഒരു ഡ്രൈവിംഗ് ഫോൾട്ടിലേക്ക് അത് പോകത്തുള്ളൂ. ഇതൊന്നും പുള്ളവറല്ല കേട്ടോ, വണ്ടിക്ക് വേണ്ടിയിട്ട് സൈഡ് കൊടുക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ഈ കുട്ടിയും കൊണ്ട് 2 മെനുവേഴ്സ് ആയിരുന്നു ചെയ്യിപ്പിച്ചിരുന്നത്. ലെഫ്റ്റ് പുള്ളോവേഴ്സ് ഒരു 3-4 ചെയ്യിപ്പിക്കുകയും പിന്നെ ചെയ്യിപ്പിച്ച രണ്ടാമത്തെ മെനുവർ എന്ന് പറയുന്നത് റൈറ്റ് സൈഡ് പുള്ളോവർ ആയിരുന്നു. റൈറ്റ് സൈഡ് പുള്ളോവർ കഴിഞ്ഞിട്ട് റിവേഴ്സ് ദ കാർ ഇൻ 2 കാർ ലെങ്ത് ആയിരുന്നു ചെയ്യിപ്പിച്ചത്. ഇവിടുന്ന് ലെഫ്റ്റ് ഇപ്പോൾ തിരിഞ്ഞ ഉടൻ തന്നെ ഒരു പുള്ളോവർ പറയുന്നുണ്ട്. ഇതാണ് ആ പുള്ളോവർ. പുള്ളോവർ കഴിഞ്ഞെടുക്കേണ്ട വിധമൊക്കെ നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് ഇത് പറയുന്നില്ല. ഈ ജംഗ്ഷനിലാണ് ഞാൻ പറഞ്ഞത് എക്സാമിനർ ഹെൽപ്പ് ചെയ്തു എന്ന്. കാരണം റൈറ്റ് സൈഡിലോട്ടുള്ള റോഡിൽ ടെമ്പററി സിഗ്നലുണ്ട്, പിന്നെ നല്ല ബ്ലോക്കുമായിരുന്നു. കുട്ടിയെ പഠിപ്പിച്ച പോലെ ലൈനിൻ്റെ അവിടെ കൊണ്ട് നിർത്തി. പക്ഷേ ട്രാഫിക് ഇത്രയും ബിൽഡപ്പായി 2 സൈഡിലും കിടക്കുമ്പോൾ നമുക്ക് സൈഡുകൾ കാണത്തില്ല. ആ സിറ്റുവേഷനിൽ നമ്മൾ ബാക്കിലല്ല നിർത്തുക, ലൈനിൻ്റെ അവിടെ അല്ല, കുറച്ചും കൂടെ എഡ്ജ് ഫോർവേഡ് ചെയ്യണമായിരുന്നു. അതായത് ഇപ്പോൾ ആ നിൽക്കുന്ന വാനിൻ്റെ അവിടം വരെ നമ്മൾ വണ്ടി റൈറ്റിലേക്ക് ചരിച്ചിട്ട് കയറ്റി നിർത്തി നോക്കിയിട്ട് എടുത്ത് പോകണമായിരുന്നു. അപ്പോൾ എക്സാമിനർ കുറേ നേരം, ഏകദേശം ഒരു 3 to 4 minutes അവിടെ വണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിതെല്ലാം ഫാസ്റ്റ് ഫോർവേഡ് അടിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിന്. ഇപ്പം എന്നിട്ട് പോലും നിങ്ങൾക്ക് കാണാം അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു ആ കുട്ടി. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്തെ പ്രശ്നങ്ങളുണ്ടായത്. അപ്പോൾ അത് പിന്നെ ഉള്ളിൽ മിസ്റ്റേക്കായിട്ട് കൂട്ടിയിട്ടില്ല, അതുകൊണ്ട് അതൊരു സീനല്ല. ഈ വണ്ടി കണ്ടോ, ഇത്രയും ഗ്യാപ്പ് ഉണ്ടായിട്ടും ഇതായിരുന്നു ഫസ്റ്റ് ചാൻസ് കിട്ടിയത്. പക്ഷേ ആ കുട്ടി പറഞ്ഞത് കുട്ടി കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് ഓടിച്ചതാണ്. കാരണം ഇനി അങ്ങനെ എടുത്തതിൻ്റെ പേരിൽ ഫെയിലാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നിന്നതെന്ന് പറയുന്നത്. പക്ഷെ അത് പുറകിൽ ട്രാഫിക് ബിൽഡപ്പായി, അതായിരുന്നു ഫെയിലാവാനുള്ള കാരണം. ഇത് 2ാമത്തെ ചാൻസ് ആയിരുന്നു. ആ വണ്ടി വരുന്നത് നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് 2ാമത്തെ ചാൻസ്. അടുത്തതിനെങ്കിലും എടുത്തുകൊണ്ട് പോയിരുന്നെങ്കിൽ പാസ്സായിരുന്നു. 3 വരില്ലായിരുന്നു. 3 വന്നപ്പോഴത്തേക്കും അത് ഡയറക്റ്റ് സീരിയസ് ഫോൾട്ടിലേക്ക് പോയി. അങ്ങനെയാണ് ഈ ടെസ്റ്റ് ഫെയിലാവുന്നത്. ആദ്യത്തെ സംഭവം അദ്ദേഹം ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് കയറ്റി നിർത്തിയെന്ന് പറഞ്ഞില്ലേ, പക്ഷെ അത് അദ്ദേഹം ഫെയിലാക്കിയിട്ടില്ലായിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ ട്രാഫിക്കായിരുന്നു, ഞാൻ ജസ്റ്റ് ഹെൽപ്പ് ഫ്രം മൈ സൈഡ്.
എന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട് നമ്മളോട്. അപ്പം ഇതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ കൂടുതൽ കോഷ്യസ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ വിചാരിക്കരുത് ടെസ്റ്റിന് പോയിട്ട്. എക്സാമിനർ കുറച്ച് നല്ല ഇംപ്രഷൻ ആയിക്കോട്ടെ, അതുകൊണ്ട് ഞാനങ്ങ് നിർത്തിക്കൊടുക്കാം എന്ന്. ചിലപ്പം അന്നേരത്തെ സിറ്റുവേഷനിൽ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, അവർ എക്സാമിനർ ഫെയിലാക്കാനുള്ളൊരു കാരണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ആ കുട്ടി അവിടെ നിർത്തി 3 ചാൻസ് എടുത്തെന്ന് പറഞ്ഞില്ലേ. ഈ റൂട്ടിൽ ഈ റോഡൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നാരോയും ഭയങ്കര ടൈറ്റ് റോഡാണ്. ഒരു ഈ ജംഗ്ഷനും ചിലപ്പം മിസ്റ്റേക്കുകൾ വരാൻ സാധ്യതകളുണ്ട് ആൾക്കാർക്ക്. ആ സമയത്ത് എക്സാമിനർ നോക്കുന്നത് മുകളിലെ മിററാണ്, സെൻറ്റർ വ്യൂ മിറർ, റിയർ വ്യൂ മിറർ. നമ്മുടെ പുറകിൽ അന്നേരം വണ്ടി ഇല്ല എങ്കിൽ ചിലപ്പോൾ ഈ കുട്ടി അവിടെ ഫെയിൽ ആവത്തില്ലായിരുന്നു. കാരണം എക്സാമിനർ നോക്കുമ്പോൾ വണ്ടികളൊന്നുമില്ല, ദാറ്റ്സ് ഫൈൻ, സേഫ് ആയിട്ടുള്ളപ്പോൾ നിങ്ങൾ പോയാൽ മതി. പക്ഷേ വണ്ടി ബാക്കിൽ വന്ന് ബിൽഡപ്പ് ആയി കഴിഞ്ഞാൽ അത് നമ്മുടെ സീരിയസ് ഫോൾട്ടായി മാറും. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം വേണം, അന്നേരം സേഫ് അല്ലെങ്കിൽ എടുക്കാൻ പറ്റുമല്ലോ. സേഫ് അല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. വളരെ സിമ്പിളായിട്ട് തന്നെ എടുത്ത് പോകാമായിരുന്നു. പക്ഷേ 3 തവണയും ആ ഒരു വെയിറ്റിംഗ് വന്നതുകൊണ്ടാണ് സീരിയസ് ഫോൾട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഒരു പുൾ ഓവറും കൂടെ ചെയ്യിപ്പിച്ചു. ഇവിടുന്ന് റൈറ്റാണ്. ടേണിങ്സൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് എല്ലാം ചെയ്തിരുന്നത്. ഡ്രൈവിങ്ങിൽ എനിക്കൊന്നും പറയാനില്ല, ഒന്നും. ഇവിടെ ഒരു പുള്ളവറും കൂടെ ചെയ്യിപ്പിക്കുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ട ഏകദേശം ഒരു 3 പുള്ളവറായി കഴിഞ്ഞു. എൻ്റെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്കൊക്കെ ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഈ റൂട്ടുകൾ പലതവണയും നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഇവിടെ ഒരു റൈറ്റ് സൈഡ് മനോവർ ചെയ്യിപ്പിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിൽ പുൾ ഓവർ ചെയ്തിട്ട് റിവേഴ്സ് ദ കാർ ഇൻ 2 കാർ ലെങ്ത് എന്നാണ് പറയുന്നത്. പത്ത് 45 മിനിറ്റിൻ്റെ റൂട്ടാണ്. ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ട് 10-14 മിനിറ്റിലേക്ക് ഒതുക്കിയിരിക്കുകയാണ് വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഓരോ ടെസ്റ്റ് റൂട്ട് വീഡിയോസും കാണുന്ന ആളുകൾ ഇത് ഫോർവേഡ് ചെയ്ത് കാണാൻ ശ്രമിക്കരുത്. കാരണം വരുന്നതല്ല, നമ്മൾ ഒരു റൂട്ട് ഓടുക എന്ന് പറയുമ്പോൾ ആ റൂട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. ടെസ്റ്റ് റൂട്ട് വീഡിയോ കാണുമെന്ന് പറഞ്ഞാൽ നമ്മൾ മുഴുവനായിട്ട് തന്നെ കാണണം, അല്ല പിന്നെ അത് കണ്ടിട്ട് കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ വീഡിയോസ് എല്ലാവർക്കും ഗുണം ചെയ്യുന്നുണ്ട്. ഒത്തിരി അധികം പേർക്ക് വീഡിയോസ് മാത്രം കണ്ടുപോയി പാസ്സാവുന്ന ആളുകളുണ്ട്. സന്തോഷം. ഒത്തിരി നിങ്ങളുടെ റിവ്യൂസൊക്കെ കേൾക്കുമ്പോഴാണ് സത്യം പറഞ്ഞ ഒരു സന്തോഷമുള്ളത്. എൻഡ് ഓഫ് ദ റോഡ് ടേണിങ് റൈറ്റ് ആണ് ശരിക്കും. നമ്മൾ ഇതിപ്പോൾ കൺട്രി സൈഡിലേക്ക് കയറിയാണ്. കൺട്രി സൈഡൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. നല്ല സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഒക്കെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഈ റോഡ് ഇനി അങ്ങ് അറ്റത്ത് ചെന്ന് കഴിയുമ്പോൾ പിന്നെയും ഒരു എൻഡ് ഓഫ് ദി ജംഗ്ഷൻ റൈറ്റാണ്. അവിടെ ഒരു മിസ്റ്റേക്ക് അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് റൈറ്റിൽ നിന്നും വരുന്നൊരു വണ്ടി, അത് നമ്മളൊരു വല്ലാത്തൊരു വളവാണ് ശരിക്കും അത്. അപ്പോൾ ലെഫ്റ്റിലെ വണ്ടി ചില സമയങ്ങളിൽ നമുക്കൊന്ന് ഫ്ലാഷ് ലൈറ്റ് അടിച്ചു തരും, കയറിപ്പൊക്കോന്ന്. അപ്പോൾ പഠിപ്പിക്കുന്ന സമയത്തും ഞാൻ പ്രത്യേകം പറയാറുണ്ട്, ആ ലൈറ്റ് ഫ്ലാഷ് കണ്ട് സന്തോഷത്തിലെടുത്ത് ചാടരുത്. റൈറ്റിൽ നിന്നും വണ്ടി വന്നാൽ ആക്സിഡൻ്റാണ്. ഇവിടെ വണ്ടി റൈറ്റിലുണ്ടായിരുന്നു, ഒരു വാൻ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് കഴിഞ്ഞ്. പക്ഷെ അത് ഭാഗ്യവശാൽ ഇങ്ങോട്ടല്ലായിരുന്നത് കൊണ്ട് ഒരു ഇടി അവോയ്ഡായി അവിടെ നമുക്ക്. അതുപോലെ ടെസ്റ്റിന് കെനോക്ക് സ്ട്രീറ്റിൽ നിങ്ങൾ ടെസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ദയവായി എല്ലാവരും 14 വീഡിയോസും കാണാൻ ശ്രമം നടത്തുക. ആരും ഇതിൻ്റെ ഒരു സീരിയസ്നെസ് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. കാരണം ഇപ്പോൾ വരുന്ന പുതിയ സ്റ്റുഡൻസുകളെല്ലാം കണ്ടോന്ന് ചോദിക്കും, കണ്ടു, ഞാൻ 2 കണ്ടു തുടങ്ങി, 2 കണ്ടു, ടെസ്റ്റിൻ്റെ തലേന്ന് വരെയും പറയുന്നത് 2 കണ്ടു എന്നൊക്കെയാണ്. അങ്ങനെ കണ്ടിട്ട് ഒരു കാര്യമില്ല. ടെസ്റ്റ് റൂട്ടുകൾ നോക്കണം, നോക്കി പഠിക്കണം കേട്ടോ. ഇവിടെ എൻഡ് ഓഫ് ദ റോഡ് നമ്മൾ റൈറ്റ് എടുക്കാൻ പോവാണ് ഇപ്പം.
ഇനി 30ൻ്റെ റോഡാണ്. ഇവിടെ കാണാം നിങ്ങൾക്ക് റൈറ്റിൽ നിന്നൊരു വാൻ വരുന്നുണ്ടോ, അതുവരെയും നമ്മൾ പിക്ക് ചെയ്യും കൂടായിരുന്നു. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണത്. ഇനിയിപ്പോൾ ടെസ്റ്റ് ആക്ച്വലി കഴിഞ്ഞു, നമ്മൾ തിരിച്ച് നേരെ ടെസ്റ്റ് സെൻറ്ററിലേക്ക് പോകുന്നൊരു വഴിയാണിത്. അടുത്ത ഫോൾട്ട് ഇവിടെ വരാൻ സാധ്യത കൂടുതൽ ആളുകൾക്കുള്ളത് റോഡ് കണ്ടാൽ നമ്മുടെ ജഗദീശ്വർ നല്ല വിതിമ്പിച്ച റോഡുകളാണ്. അതുകൊണ്ട് തന്നെ അടിച്ചു വിട്ട് പോകാനുള്ളൊരു വെമ്പൽ നമ്മുടെ മനസ്സിലുണ്ടാവും, കാല് കൊടുക്കുകയും ചെയ്യും, ഇവിടെ ഫെയിലാവും. ഇത് പണ്ട് 60ൻ്റെ റോഡായിരുന്നു. ഞാൻ ഒന്നും കൂടി ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ റൂട്ടിലുള്ള എല്ലാ വീഡിയോസിലും ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും പുതിയതായിട്ട് കാണുന്നവർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ 60ൻ്റെ റോഡാണ്. ഞങ്ങളുടെ GPS-ലും ടോംടോമിലും ഒക്കെ 60 എന്നാണ് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് 30ൻ്റെ റോഡാണ്. ആണ് ഈ ലെഫ്റ്റ് സൈഡിൽ ഡേവിഡ് വിൽസൻ്റെ കുറേ വീടുകളും അതുപോലെ സ്ട്രീറ്റ് ലൈറ്റുകളും വെച്ചിട്ടുണ്ട് അവരിപ്പം. സോ റോഡ് 30ആണ്. ഇതാദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിലും ഇനി പഴയ ആളുകളാണെങ്കിൽ പോലും ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും മല്ലു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ എന്ന ചാനലുണ്ട്. അത് പിന്നെ ഡ്രൈവിങ്ങിൻ്റെതും മറ്റു പല ആക്ടിവിറ്റീസിൻ്റെയും എല്ലാം കൂടെ മിക്സ്ഡപ്പാണ്. എങ്കിലും സ്റ്റിൽ അത് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അമർത്തി വെക്കുക കേട്ടോ. ഇനിയും വീഡിയോസൊക്കെ ഇങ്ങനെ ഫെയിലാവുന്നവരുടെയും പാസ്സാവുന്നവരുടെയും വീഡിയോസൊക്കെ ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫെയിലാവുന്നവരുടെ വീഡിയോ നിങ്ങൾ കൂടുതൽ കാണാൻ ശ്രമിക്കണം. കാരണം അപ്പം സാധ്യതകൾ മനസ്സിലാക്കാൻ പറ്റും നമുക്ക്, എങ്ങനെയാണ് ഫെയിലായത്, എന്തൊക്കെ ചെയ്യരുത് നമുക്ക് ടെസ്റ്റിന് അല്ലെങ്കിൽ നമ്മൾ ചെറുതെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും വിനയായി വരുന്നതും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതിന് വരെ എൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി.